പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയം കർത്താവ് നമുക്ക് ഏവർക്കും അനുഗ്രഹിച്ച് നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 2026 എന്ന ഈ വർഷത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ തന്നെ നമുക്കൊരു വചനചിന്തയിലേക്ക് കടന്നു വരാം. 1 ശമൂവേൽ 30-6 അവിടെ ഇപ്രകാരം പറയുന്നു: ദാവീദ് വലിയ കഷ്ടത്തിലായി. എന്തായിരുന്നു ദാവീദിന്റെ കഷ്ടത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമാലേക്കർ സിക്ലാഗ് ആക്രമിച്ച് സിഗ്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. ഇത് മാത്രമാണോ താൻ നേരിടേണ്ടി വന്ന കഷ്ടം? ആ ദേശത്തിലുള്ളവരെയും ദാവീദിന്റെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും ഒക്കെ അമാലേക്കർ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി. ഇവിടെ 6 വാക്യത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു: ദാവീദ് വലിയ കഷ്ടത്തിലായി. ഒരുപക്ഷെ ഇന്ന് ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാൻ കഴിയുമായിരിക്കും, നമ്മളും വലിയ കഷ്ടതയിലാണ്, വേദനയിലാണ്, ദുഃഖത്തിലാണ്, ഭാരത്തിലാണ്, പ്രയാസത്തിലാണ്. എന്നിരുന്നാൽ പോലും പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു, ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്, എന്നാലും ദൈവത്തിൽ നമ്മൾ ധൈര്യപ്പെടണം. ദൈവം ഈ ലോകത്തെ ജയിച്ചവനാണ്. 2026 ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒന്നുമില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഭാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷേ ഈ ലോകത്തെ ജയിച്ച് നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറുവാൻ കഴിയണം. നമ്മൾ പറയും, ദൈവമായതുകൊണ്ടല്ലേ ഈ ലോകത്തെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ദൈവത്തിന് ജയിക്കുവാൻ കഴിഞ്ഞതെന്ന്. എന്നാൽ ഞാൻ പറയുന്നു, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മളും പ്രാപിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുക നമ്മുടെ ജീവിതത്തിലേക്ക്. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയുടെ അളവ് നമ്മുടെ ഹൃദയത്തിൽ കുറഞ്ഞിരിക്കുകയാണോ, അതോ ഓരോ ദിവസം അളവ് കൂടുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഇവിടെ ദാവീദ് വലിയ കഷ്ടത്തിലായി. എന്നിരുന്നാൽ പോലും തന്നെ ചേർത്ത് നിർത്തേണ്ടവരും ആശ്വസിപ്പിക്കേണ്ടവരും നല്ല വാക്കുകളൊക്കെ പറയേണ്ടവരും തന്നെ ചേർത്ത് നിർത്തിയില്ല, തന്നെ ആശ്വസിപ്പിച്ചില്ല. അല്ലേ? അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. പക്ഷെ ദാവീദ് എന്താ ചെയ്തത്? ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അവൻ പതറിപ്പോയില്ല, അവൻ ഭയപ്പെട്ടു പോയില്ല, അവൻ വീണുപോയില്ല. അവനറിയാം, ഇന്നയോളം എന്നെ കൊണ്ടുവന്നത് എൻ്റെ ദൈവം ഒരുവൻ മാത്രമാണ്. അവൻ നെഗറ്റീവായിട്ടുള്ള വാക്കുകളിലേക്കൊന്നും നോക്കിയില്ല, ഭയപ്പെട്ടു പോയില്ല. ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്ക് ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ കഴിയണം. മറ്റാരും നമ്മളെ ചേർത്ത് നിർത്തിയില്ലെങ്കിലും, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ആരും നമ്മളെ പറഞ്ഞില്ലെങ്കിലും, നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ചുറ്റും കേൾക്കുമ്പോൾ, നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ ഒക്കെ നമ്മൾ നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യപ്പെട്ട് മുന്നോട്ട് ജീവിക്കാൻ കഴിയട്ടെ. ഇവിടെ പിന്നീട് വായിക്കാൻ കഴിയുന്നുണ്ട്, ദാവീദ് ഇപ്രകാരം ചെയ്തു. എഫോദ് ഇവിടെ കൊണ്ടുവരുവാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്? ദാവീദിന്റെ അടുക്കൽ എഫോദ് കൊണ്ടുവന്നു. എന്നാൽ ദാവീദ് യഹോവയോട് ചോദിച്ചു. താൻ തീരുമാനം, ആലോചന താൻ ദൈവത്തോട് ചോദിക്കുകയാണ്. ദൈവമേ, ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? ഈ പരീക്ഷയെ പിന്തുടരണമോ? ഞാൻ അവയെ എത്തിപ്പിടിക്കുമോ എന്നൊക്കെ താൻ ചോദിച്ചു. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യരോടല്ല നമ്മൾ ആലോചന ചോദിക്കേണ്ടത്. നമ്മുടെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ഒന്നും അല്ല നാം ആലോചന ചോദിക്കേണ്ടത്. നമ്മെ നന്നായിട്ടറിയുന്ന നമ്മുടെ ദൈവത്തോട് തന്നെയാണ് നമ്മൾ ആലോചന ചോദിക്കേണ്ടത്. ഒരു പക്ഷേ സാഹചര്യങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ കണ്ടെന്ന് വരത്തില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്കും പറയാനുണ്ട് നല്ല നല്ല അനുഭവങ്ങൾ. ജീവിതത്തിൽ സാഹചര്യങ്ങളൊക്കെ എതിരായി നിന്നപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ കയറി വചനം തുറന്നതുകൊണ്ട്, വചനം വായിച്ചതുകൊണ്ട് ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. കർത്താവ് തക്ക സമയത്ത് പറഞ്ഞു തന്ന ആലോചനകളൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹമായി തീർന്നു. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിച്ച് ഈ 2026 എന്ന വർഷത്തിൽ കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ നിമിഷം നമുക്ക് ചുവടുവെക്കാൻ കഴിയട്ടെ. ദൈവത്തോട് ആലോചന ചോദിച്ച ദാവീദ് തോറ്റുപോയോ? ഇല്ല. തനിക്ക് നഷ്ടപ്പെട്ട ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും താൻ മടക്കിക്കൊണ്ടുവന്നു. പ്രീതി മക്കളെ, ദൈവത്തോട് ആലോചന ചോദിച്ച് മുന്നേറുകയാണെങ്കിൽ തക്ക സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ദൈവം തന്നെ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു നൽകുക തന്നെ ചെയ്യും. അല്ലേ? ആയതിനാൽ ദൈവത്തിൽ ആശ്രയിച്ച്
ദൈവത്തിനോട് ആലോചന ചോദിച്ച് മുന്നേറുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ പിന്തുടരുക, നിശ്ചയമായും നീ അവരെ എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സംഭവിച്ചു. ദൈവം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു തരുന്ന ആലോചനകൾ നിറപടിയായി നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് ചുവടുവെക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഈ 2026 എന്ന വർഷം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് ജീവിക്കുന്നതായി കഴിയട്ടെ. അങ്ങനെയെങ്കിൽ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകാൻ ദൈവം ശക്തനാണ്, വിശ്വസ്തനാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.